അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം പരീക്ഷയ്ക്ക് വേണ്ടി അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനാണ്, പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ദുറൂസുൽ ഇസ്ലാം കുറച്ച് 20 പാഠങ്ങളോടുകൂടിയാണല്ലോ ഒരു പരീക്ഷ വരുന്നത്. അപ്പം അത് കുറച്ച് കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാലാണ് മാർക്ക് ചെയ്യാൻ കഴിയുക. കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ദുറൂസുൽ ഇസ്ലാമിനാണ് പലർക്കും മാർക്ക് കുറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ മോഡൽ പേപ്പർ ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളതാണ്. 1. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 7, 10, 5. 7 എന്ന ഓപ്ഷനാണ്, 7 എന്നതാണ് ശരിയായ ഉത്തരം. അവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. 2. ഔലിയായിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്, മുഅ്ജിസത്ത്, നദാമത്ത്. ഉത്തരം കറാമത്ത്. 3. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം ഉള്ളറ, വരാന്ത, പൊതുമുറി. ഉത്തരം ഉള്ളറ. 4. പരിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണെന്നും കറാമത്തുകൾ ഇല്ലെന്നും വാദിച്ചവർ ഷിയാക്കൾ, ഖവാരിജുകൾ, മുഅ്തസില. ഉത്തരം മുഅ്തസില വിഭാഗമാണ് അങ്ങനെ വാദിച്ച ആളുകൾ. ഓക്കെ. 5ാമത്തെ ക്വസ്റ്റ്യന് മിനൽ അദവാത്തിൽ മൻസിലിയ, വീട്ടുപകരണങ്ങളിൽപ്പെട്ടത് തുഫാഹ്, തൊമാത്തിമ്, അത്ബാഖ്. ഉത്തരം അത്ബാഖ്. പ്ലേറ്റുകൾ. ഓക്കെ. മറ്റത് തുഫാഹ, ആപ്പിള്, ടൊമാറ്റിമ്, തക്കാളി. അത് വീട്ടുപകരണമല്ലല്ലോ. 6. ജനങ്ങൾക്ക് നീ മാപ്പു. 6. ഞങ്ങൾക്ക് നീ മാപ്പു തരണമേ. അതിൻ്റെ അറബി പദം യഗ്ഫിർ ലന, യഅഫു അന്ന, ഇർഹംന. ഉത്തരം യഅഫു അന്ന. ഇനി ചേരുംപടി ചേർക്കുക. 1. മരണത്തെ ഓർമ്മിപ്പിക്കുന്നു. ഓപ്ഷൻ ഇ ഖബർ സിയാറ. 2. വിശ്രമം എന്നാണ് അർത്ഥം. ഓപ്ഷൻ എ ഇസ്തിറാഹ. 3. ഇത് നഷ്ടപ്പെടൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഓപ്ഷൻ ഡി അമാനത്ത്, വിശ്വസ്തത. 4. എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കും. ഓപ്ഷൻ ബി റിദ്ദത്ത്, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാം. 5. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന കൃതി. ഓപ്ഷൻ സി മുസ്നദ്. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ. ഈ താഴെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. വെള്ളം, ഡാഷ്, തീ എന്നിവയിൽ ജനങ്ങൾക്ക് പൊതു അവകാശമുണ്ട്. വെള്ളം, പുല്ല്, നമ്മളെ പശുക്കളും ആടുകളൊക്കെ തിന്നുന്ന പുല്ലില്ലേ സാധാ. 2. ഫലസ്തീനിലെ ഡാഷിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത്, ഗസയിൽ. ഇന്ന് പല പ്രസിദ്ധമായ ഗസ ഉണ്ടല്ലോ, ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളൊക്കെ വിധേയമായി കൊണ്ടിരിക്കും. 3. നിസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ കൊണ്ട് ഡാഷ് പൊറുക്കപ്പെടും. ഉത്തരം ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും. 4. 4 മദ്ഹബിൻ്റെ ഇമാമിനെ
ഡാഷ് എല്ലാവർക്കും നിർബന്ധമാണ്. ഉത്തരം പിൻപറ്റൽ, ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. 5 ഖാല ജുറൈജ് ലാ അഈദുഹ മിൻ തീനിൻ കമാ കാനത്ത്. അതായത് ആ പ്രശ്നം ഉണ്ടായല്ലോ ജുറൈജ് റളിയല്ലാഹുവിൻ്റെ. അപ്പോൾ അവിടെ ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വലിയ കൊട്ടാരങ്ങൾ എന്തെങ്കിലും നിർമ്മിച്ചു തരാൻ നിങ്ങൾ ആവശ്യമുള്ള എന്താ, ആ വീടൊക്കെ വലിയ തകർത്തപ്പം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആ പഴയ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ആദ്യത്തെ തന്നെ മതി എന്ന് പറഞ്ഞാൽ അതാണ് ലാ അഈദുഹ മിൻ തീനിൻ കമാ കാനത്ത്. 6 ഹൽ നദ്ഹബു ഇലൽ ബൈത്തി ബഅദ ദാലിക. ലാ ലൻ നദ്ഹബ ഇലൽ ബൈത്ത്. ഓക്കെ, അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1 മലബാറിലെ മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം പൊന്നാനി. 2 മഹ്ശറയിൽ ശഫാഅത്ത് ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ പേരെഴുതുക. ഉത്തരം അമ്പിയാക്കൾ. 3 10 ലക്ഷത്തിലധികം ഹദീസ് മനഃപ്പാഠമാക്കിയ ഒരു ഇമാം. ഉത്തരം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 4 ധൂർത്തടിക്കുന്നവർ സഹോദരന്മാരാണ് ആരുടെ? ഉത്തരം പിശാച്ചിൻ്റെ സഹോദരന്മാരാണ്. 5 വിശ്രമം എന്ന പദം അറബിയിൽ എങ്ങനെ പറയും? ഉത്തരം ഇസ്തിറാഹ. 6 ജവാദ് എന്ന വാക്കിൻ്റെ അർത്ഥം ധർമ്മിഷ്ഠൻ. ഓക്കെ, ഇനി താഴെ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 1 സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കുമാർക്ക്. ഉത്തരം വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക്. അവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചു നോക്ക്. 2 3 ദിവസം പട്ടിണി കിടന്ന ശേഷം ലഭിച്ച ഭക്ഷണം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചില്ല. കാരണമെന്ത്? ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആൾ നൽകിയത് കൊണ്ട്. 3 ജലക്ഷാമം നേരിടുമ്പോൾ നാം എന്തു ചെയ്യണം? വെള്ളം കൊണ്ടുള്ള തയമ്മും ഉപേക്ഷിച്ച് തയമ്മും ചെയ്തും മറ്റു മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കണം. നമ്മളത് മാത്രം നോക്കിയാൽ പോരാ. 4 ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളിൽ 2 എണ്ണം എഴുതുക. കഅബ പൊളിക്കുക, ദജ്ജാൽ പുറപ്പെടുക, പിന്നെ വേറെയുണ്ട് ഈസാ നബി ഇറങ്ങി വരിക, ദാബത്തുൽ അർള് എന്ന മൃഗം പുറപ്പെടുക, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരിക. ഏതെങ്കിലും 2 എണ്ണം. 5 അറിവ് തേടി പുറപ്പെടുന്നവർക്ക് ലഭിക്കുന്ന നേട്ടം എന്ത്? ഉത്തരം സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല അവന് എളുപ്പമാക്കി കൊടുക്കും. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. 5 കിലോ അരി അറബിയിൽ എഴുതാം. 5 കിലോ അറുസ്. 6 മാദാ സഅല ജുറൈജുൻ അൽ ഗുലാം. ജുറൈജ് റളിയല്ലാഹു അൻഹു കുട്ടിനോട് എന്താ ചോദിച്ചത്? യാ ഗുലാം മൻ അബൂക്ക്, എൻ്റെ പിതാവ് ആരാണ്? ഇനി കുറിപ്പെഴുതാനാണ്. 1 മരണത്തെ ഓർക്കുക. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. മരണത്തെ ഓർക്കൽ കൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അതുപോലെ വേറെ കുറേ ഉണ്ട്. നമ്മളെ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടാവും, ആത്മാർത്ഥത ഉണ്ടാവും. പിന്നെ മറ്റ് കിബിർ, അസൂയ അങ്ങനത്തെ കുറേ ചിന്തകളുണ്ടല്ലോ, അതിനൊക്കെ നമ്മൾക്ക് പിന്നെ മാറ്റം കിട്ടും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തു. തൗബ ചെയ്യുക. പാപങ്ങൾ പൊറുക്കുന്നതിന് തൗബ ആവശ്യമാണ്. നിബന്ധനകൾ പാലിച്ച് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. തൗബയുടെ ഷർത്തുകൾ 4 ആണ്. 1 ദോഷങ്ങളിൽ നിന്ന് വിരമിക്കുക, ഒഴിവാക്കുക. 2 തെറ്റ് ചെയ്തു പോയതിൽ ഖേദിക്കുക. 3 ഇനി തെറ്റ് ചെയ്യില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. 4 ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ
തീർക്കുക. അടിമ തൗബ ചെയ്യുമ്പോൾ അല്ലാഹു തആല ആ ചെയ്യുന്ന ആളേക്കാൾ സന്തോഷിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്.